നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് ഗ്രാഫ് തിയറിയുടെ മോഡ്യൂൾ 4 ആണ്. അതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കട്ട് സെറ്റ്സ്. സോ കട്ട് സെറ്റ് എന്താണെന്ന് പറയുന്നതിന് മുൻപ് നമുക്കറിയേണ്ട ഒരു കൺസെപ്റ്റാണ് കട്ട് എഡ്ജ്. എന്താണ് ഒരു കട്ട് എഡ്ജ് എന്ന് പറയുന്നത്? എനിക്കൊരു ഗ്രാഫ് ജി ഉണ്ട്. ഈ ഗ്രാഫ് ജിയിൽ നിന്നും ഞാനൊരു എഡ്ജ് ഇനെ റിമൂവ് ചെയ്തു എന്നുണ്ടെങ്കിൽ ജി ഡിസ്കണക്റ്റഡ് ആയി എന്നുണ്ടെങ്കിൽ ആ ഒരു എഡ്ജ് ഇനെ എനിക്ക് കട്ട് എഡ്ജ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ ഞാനിപ്പം ഒന്നോ അതിൽ കൂടുതലോ എഡ്ജസിനെ റിമൂവ് ചെയ്ത് ഈ ജീനെ ഡിസ്കണക്റ്റഡ് ആക്കി എന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് എഡ്ജസിനെ ഞാൻ കട്ട് സെറ്റ് എന്ന് പറയും. നമുക്ക് ഈ താഴത്തെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കാം. കെ എന്ന് പറയുന്ന ഈ ഒരു എഡ്ജിനെ ഞാൻ റിമൂവ് ചെയ്തു എന്നുണ്ടെങ്കിൽ എനിക്കവിടെ എന്താണ് കിട്ടുന്നത്? ഒരു ഡിസ്കണക്റ്റഡ് കോമ്പണൻറ്റ്, രണ്ട് ഡിസ്കണക്റ്റഡ് കോമ്പണൻറ്റ്, വിച്ച് മീൻസ് ഈ ഒരു എഡ്ജ് കെനെ ഞാൻ റിമൂവ് ചെയ്തപ്പോൾ ഈ ഗ്രാഫ് ഞാൻ ഡിസ്കണക്റ്റഡ് ആക്കുകയാണ് ചെയ്തത്. ഇനി ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു സെറ്റ് ഓഫ് എഡ്ജസിനെ ഞാൻ റിമൂവ് ചെയ്തെന്ന് വിചാരിക്കും. ഒരു കട്ട് എഡ്ജ് അല്ല അല്ലേ? റിമൂവ് ചെയ്താലും നമ്മളുടെ ഗ്രാഫ് ഗ്രാഫ് കണക്റ്റഡ് ആണ്. ഞാൻ സീനെ റിമൂവ് ചെയ്തു. സീനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എന്താണ്? ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുന്നില്ല. ഡീനെ ഞാൻ റിമൂവ് ചെയ്തു. ഡീനെ റിമൂവ് ചെയ്തപ്പോഴും ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുന്നില്ല. എഫിനെ റിമൂവ് ചെയ്തു. അപ്പോൾ എഫിനെ റിമൂവ് ചെയ്തപ്പം ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി. സോ ഒരു കോമ്പിനേഷൻ ഓഫ് എഡ്ജസിനെ ഞാൻ റിമൂവ് ചെയ്തപ്പോഴാണ് ഈ ഒരു ഗ്രാഫ് ഇവിടെ ഡിസ്കണക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പം ആ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ കട്ട് സെറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇവർ ഇൻഡിവിജ്വലി കട്ട് എഡ്ജ് ആവണം എന്ന് നിർബന്ധമില്ല. ഇവരുടെ ഒരു കോമ്പിനേഷൻ ഈ ഒരു ഗ്രാഫിനെ ഡിസ്കണക്റ്റഡ് ആക്കിയാൽ മതി. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. റൈറ്റ് ദ കട്ട് സെറ്റ്സ്. അപ്പോൾ ഇവിടുത്തെ കട്ട് സെറ്റ്സ് ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പം അതിനായിട്ട് നമുക്കൊരു 4 കട്ട് സെറ്റ്സ് ആദ്യമേ എഴുതാം. ഓക്കെ, ആദ്യത്തെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എനിക്ക് ഈ ഒരു E1, E5, E4 ഇത് 3 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വേർട്ടെക്സ് V1 സെപ്പറേറ്റ് ആയിട്ടും ബാക്കിയുള്ള സെറ്റ് സെപ്പറേറ്റ് ആയിട്ടും കിട്ടും. സോ E1, E5, E4 എന്ന് പറയുന്നത് എനിക്കൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ എനിക്ക് E1, E6, E2 അടുത്തൊരു കോമ്പിനേഷനാണ്. പിന്നെ E1 E5, E8, E8, E3 ഇത്രയും ഞാൻ റിമൂവ് ചെയ്താൽ E8, E3 ഇത്രയും റിമൂവ് ചെയ്താൽ എനിക്ക് എന്താണ് കിട്ടുന്നത്? E1, E5, E8, E3. എനിക്ക് കണ്ടോ 2 ഡിസ്കണക്റ്റഡ് കോമ്പണൻസ് അല്ലേ കിട്ടിയേക്കുന്നത്. അപ്പം അതൊരു കട്ട് സെറ്റാണ്. അതുപോലെ തന്നെ ഇനി അടുത്ത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ E1, E6, E5, E7, E3. അപ്പം ഇത് ഇങ്ങനെ കട്ട് സെറ്റ് എഴുതാവൂ എന്നൊരു നിയമവുമില്ല. നമുക്ക് എങ്ങനെയാണോ ആ ഒരു ഗ്രാഫിനെ ഡിസ്കണക്റ്റഡ് ആക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് നമുക്ക് പ്രോപ്പർട്ടീസ് നോക്കാം. ഒരു കട്ട് സെറ്റിൻ്റെ, കട്ട് എഡ്ജ് അല്ല ഇത്, കട്ട് സെറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എവ്രി എഡ്ജ് ഓഫ് എ ട്രീ ഈസ് എ കട്ട് സെറ്റ്. ഇവിടെ ഒരു തെറ്റ് പറ്റിയതാണ്. എവ്രി എഡ്ജ് ഓഫ് എ ട്രീ ഈസ് എ കട്ട് സെറ്റ്. ഇനി നമ്മളതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? നമുക്കറിയാം, വി നോ ദാറ്റ് എവ്രി എഡ്ജ് ഓഫ് എ ട്രീ ഇസ് എ കട്ട് എഡ്ജ്. അത് നമ്മൾ പ്രീവിയസ് മോഡ്യൂളിൽ പ്രൂവ് ചെയ്തിട്ടുള്ള സംഭവമാണ് കട്ട് എഡ്ജ് അല്ലേ? കാരണം വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഒരു എഡ്ജ് ഇ ഉണ്ട് ഇൻ എ ട്രീ. T - E വിൽ ബി ഡിസ്കണക്റ്റഡ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ, നമ്മൾ പ്രീവിയസ് മോഡ്യൂളിൽ പഠിച്ചിട്ടുള്ളതായിരുന്നു. ആൻഡ് ഹെൻസ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു കട്ട് സെറ്റും കൂടിയല്ലേ. ഒരു കട്ട് എഡ്ജിന് കട്ട് സെറ്റ് ആവാനും സാധിക്കും. സോ എവറി എഡ്ജ് ഇൻ എ ട്രീ ഈസ് ഓൾസോ എ കട്ട് സെറ്റ്. അപ്പം അതാണ് ആ ഒരു തിയറത്തിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ തിയറം നമുക്ക് നോക്കാം. എവ്രി കട്ട് സെറ്റ് ഇൻ എ ഗ്രാഫ് മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 1 ബ്രാഞ്ച് ഓഫ് എവറി സ്പാനിങ് ട്രീ. ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത്? നമ്മളുടെ കട്ട് സെറ്റിനകത്ത് സ്പാനിങ് ട്രീയുടെ അറ്റ്ലീസ്റ്റ് ഒരു എഡ്ജിലും കാണണം. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? വി ആർ ടേക്കിംഗ് എഫ് ആസ് എ കട്ട് സെറ്റ് ഇൻ ജി. എൻ്റെ ഒരു ഗ്രാഫ് ജിയുടെ കട്ട് സെറ്റ് എഫ് ആണ് ആൻഡ് ടി ഇസ് എ സ്പാനിങ് ട്രീ. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇഫ് ബൈ ചാൻസ് എൻ്റെ എഫിൽ ഇപ്പം അവർ പറഞ്ഞേക്കുന്നത് എന്താണ്? മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 1 ബ്രാഞ്ച് എന്നാണ് പറയുന്നത്. ഐ ആം അസ്യൂമിങ് ദാറ്റ് മൈ എഫ് ഇസ് നോട്ട് ഹാവിങ് എനി എഡ്ജസ് കോമൺ വിത്ത് സ്പാനിങ് ട്രീ ടി, വിച്ച് മീൻസ് ദാറ്റ് ഇപ്പം ഞാനൊരു യൂണീക്ക് പെയർ എടുക്കുകയാണ്. ഇപ്പം ഞാൻ 2 വേർട്ടിസസ് U and V എടുക്കുകയാണ്. ഇഫ് ദിസ് ഇസ് എ കട്ട് എഡ്ജ് ദെൻ ദർ ഇസ് എ ഡിഫറെൻറ്റ് എഡ്ജ് ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ സ്പാനിങ് ട്രീ എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ വിച്ച് മീൻസ് ദാറ്റ് എന്താണ്?
എൻ്റെ ഈ കട്ട് എഡ്ജിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു കട്ട് സെറ്റിലുള്ള ഒരു എഡ്ജിനെ ഞാൻ റിമൂവ് ചെയ്താലും അവർ തമ്മിൽ പാത്ത് കിടക്കും, അവർ തമ്മിൽ ഡിസ്കണക്റ്റഡ് ആവത്തില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത് ഈ ഒരു കട്ട് സെറ്റിൻ്റെ എൻറ്റയർ കൺസെപ്റ്റിനെതിരാണ്. ബിക്കോസ് എന്താണ് ഒരു കട്ട് സെറ്റ്? ഞാനിപ്പം 2 പെയർ ഓഫ് വേർട്ടിസസ് തമ്മിൽ ഒരു യൂണിക് പാത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഇപ്പം അവർ ഒരു കട്ട് സെറ്റിലെ ഒരു എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത് റിമൂവ് ചെയ്യുമ്പോൾ ആ 2 കോമ്പണൻസ് ഡിസ്കണക്റ്റഡ് ആവണം എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പം G-F കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു എന്താണ് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് ഇവിടെ റോങ് ആണ്. സോ ആർ അസംഷൻ ഇസ് ഗോയിങ് ഫോൾസ്. അസംഷൻ ഇസ് ഫോൾസ്. ഹെൻസ് നമ്മുടെ കട്ട് സെറ്റിനകത്ത് അറ്റ്ലീസ്റ്റ് 1 ബ്രാഞ്ച് ഓഫ് എവറി സ്പാനിങ് ട്രീ കാണും. ഒന്നുകൂടെ എന്താണ് നമ്മൾ പറഞ്ഞത്? എഫ് ഒരു കട്ട് സെറ്റാണ്, ടി ഒരു സ്പാനിങ് ട്രീ ആണ്. അപ്പോൾ ഇവർ തമ്മിൽ എഡ്ജസ് കോമൺ അല്ല എന്നുണ്ടെങ്കിൽ G-F കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ G-F കണക്റ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ടോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കട്ട് സെറ്റാണ്. സോ കട്ട് സെറ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ ഗ്രാഫിൽ നിന്നും കട്ട് സെറ്റിനെ റിമൂവ് ചെയ്താൽ ഉറപ്പായിട്ടും അത് ഡിസ്കണക്റ്റഡ് ആണെന്നാണ് നമ്മുടെ തിയറം വരുന്നത്. അതുകൊണ്ട് തന്നെ അസംഷൻ ഫോൾസ് ആണ്. സോ എവറി കട്ട് സെറ്റ് ഇൻ എ ഗ്രാഫ് must contain at least 1 branch of every spanning tree. ഇനി അടുത്ത തിയറം നമുക്ക് നോക്കാം. ഇൻ എനി കണക്റ്റഡ് ഗ്രാഫ് G, എനി മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ് കൺസിസ്റ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ബ്രാഞ്ച് ഓഫ് എവറി സ്പാനിങ് ട്രീ ഇസ് എ കട്ട് സെറ്റ്. എഗെയിൻ നമ്മളിവിടെ ഒരു എഫ് എന്ന് പറയുന്നത് ലെറ്റ് എഫ് ബി എ കട്ട് സെറ്റ്. അപ്പം ഈ ഒരു കട്ട് സെറ്റ് എന്ന് പറയുമ്പോഴത്തേനും എന്താണ്? മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ് ആണ് ഇവിടെ വരുന്നത്. മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ്. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഇവിടെ അറ്റ്ലീസ്റ്റ് നമ്മളുടെ സ്പാനിങ് ട്രീ ടിയിൽ നിന്നും ഒരു ബ്രാഞ്ച് ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ G-F എന്ന് പറയുന്നത് ഈ ഒരു കണക്ഷൻ എല്ലാം റിമൂവ് ചെയ്ത് കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആക്കും അല്ലേ. ബിക്കോസ് സിൻസ് ട്രീ എന്താണ്? ട്രീ എന്ന് പറയുമ്പോഴത്തേനും സ്പാനിങ് ട്രീ എന്ന് പറയുന്നത് എഡ്ജസ് തമ്മിലുള്ള ഒരൊറ്റ കണക്ഷനാണ്. അപ്പം ഈ ഒരു കണക്ഷൻ, ഇപ്പം ഞാനിവിടെ ഒരു ട്രീ വരച്ചു. ഓക്കെ, ഇപ്പം എനിക്ക് 4 വേർട്ടിസസ് ഉണ്ട്. ഇതാണ് എൻ്റെ സ്പാനിങ് ട്രീ എന്ന് വിചാരിക്കും. V1, V2, V3, V4. എൻ്റെ കട്ട് സെറ്റിനകത്ത് ഈ ഒരു ഏതെങ്കിലും ഒരു എഡ്ജ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പം EDG. അപ്പം ഈ ഒരു എൻ്റെ കട്ട് സെറ്റിനകത്ത് ഇപ്പം എനിക്ക് G ഉണ്ട് എന്നുണ്ടെങ്കിൽ G ഈസ് ബോത്ത് പാർട്ട് ഓഫ് മൈ സ്പാനിങ് ട്രീ ഓൾസോ പാർട്ട് ഓഫ് മൈ കട്ട് സെറ്റ് ഓൾസോ. സോ ഈ ഒരു സംഭവം ഞാൻ റിമൂവ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് എ ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. Okay, because this is also a cut set as well as it is a individually a cut edge also. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കണക്റ്റഡ് ഗ്രാഫിനകത്ത് മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ് വിച്ച് ഇസ് ഹാവിങ് അറ്റ്ലീസ്റ്റ് 1 ബ്രാഞ്ച് ഓഫ് എവറി സ്പാനിങ് ട്രീ വിൽ ബി എ കട്ട് സെറ്റ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ യൂസ് ചെയ്തിട്ടും വരച്ചു കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത തിയറം. Every circuit has even number of edges in common with any cut set. അപ്പോൾ നമുക്കൊരു കട്ട് സെറ്റ് എഫ് എടുക്കാം. സോ ലെറ്റ് എഫ് ബി എ കട്ട് സെറ്റ്. നമുക്കിവിടെ തന്നേക്കുന്നത് എന്താണ്? ഒരു സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈവൻ നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും കട്ട് സെറ്റുമായിട്ട് കോമൺ ഉള്ളത്. സോ ലെറ്റ് us assume that there is a graph G. ഓക്കെ, ഈ ഒരു ഗ്രാഫ് ജിയുടെ നമ്മളിപ്പം പാർട്ടീഷൻ, ഇപ്പോൾ എഫ് കാരണം 2 ഡിസ്കണക്റ്റഡ് ഗ്രാഫായി G1, G2. ഓക്കെ, അപ്പം ഇവിടുത്തെ വേർട്ടെക്സ് സെറ്റ് V1 ഇവിടുത്തെ വേർട്ടെക്സ് സെറ്റ് V2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ബൈ ചാൻസ് ഇവർ തമ്മിൽ G1ഉം G2ഉം തമ്മിൽ സൈക്കിൾ അല്ലെങ്കിൽ സർക്യൂട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ദേ വിൽ നോട്ട് ബി ഹാവിങ് എനി കോമൺ എഡ്ജസ് വിത്ത് ദി കട്ട് സെറ്റ് അല്ലേ. എന്ന് വെച്ചാൽ G1ഉം G2നെയും സെപ്പറേറ്റ് ചെയ്യാനുള്ള എഡ്ജസ് എടുത്തപ്പോഴത്തേനും സർക്യൂട്ടിൻ്റെ ഒരു എഡ്ജും വരുന്നില്ല. വിച്ച് മീൻസ് ദാറ്റ് ദ നമ്പർ ഓഫ് എഡ്ജസ് കോമൺ ബിറ്റ്വീൻ ദ സർക്യൂട്ട് ആൻഡ് ദ കട്ട് സെറ്റ് ഇസ് 0 അല്ലേ. ബൈ ചാൻസ് എൻ്റെ ജിയിൽ ഒരു സൈക്കിള് C1 ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു C1 സ്റ്റാർട്ട് ചെയ്യുന്നത് യുവിലും എൻഡ് ചെയ്യുന്നത് വിയിലുമാണെന്ന് വിചാരിക്കുക. അപ്പം ഈ ഒരു യുവിൽ നിന്നും എനിക്കിവിടെ വരാനൊരു ഒരു എഡ്ജുണ്ട്, ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ എനിക്ക് അടുത്തൊരു എഡ്ജുണ്ട്. ഓക്കെ, ഇപ്പം എനിക്ക് ഈ ഒരു സൈക്കിളിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു റിമൂവ് ബോത്ത് ദ എഡ്ജസ് അല്ലേ. ബോത്ത് എഡ്ജസ് റിമൂവ് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ ഒരു 2 കോമ്പണൻസിന് ഡിസ്കണക്റ്റഡ് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് വിൽ ബി 2, അതായത് കട്ട് എഡ്ജസ്, ഈ ഒരു കട്ട് സെറ്റിൻ്റെ കൂടെ വരുന്ന 2 എഡ്ജസ് എന്ന് പറയുന്നത് ഈ 2 എഡ്ജസിനെ ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഈ ഒരു
കോമ്പണൻസിനെ ഡിസ്കണക്റ്റഡ് ആക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ വിച്ച് മീൻസ് എന്താണ്, ഈ ഒരു 2 എഡ്ജിനെ ഞാൻ റിമൂവ് ചെയ്യുമ്പോൾ ഒബ്വിയസ് ആയിട്ട് എൻ്റെ കട്ട് സെറ്റിനകത്തോട്ട് ഞാൻ ആ എഡ്ജസിനെ ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. ദാറ്റ്സ് അഗെയിൻ 2. അപ്പം ഒരു സൈക്കിളിന് ഒബ്വിയസ് ആയിട്ടും, ഇപ്പം ഇത് ഞാൻ 2 വെർട്ടിസസിൻ്റെ കേസിൽ മാത്രം പറഞ്ഞാണ്, ഒരു സൈക്കിളിന് കയറാനും ഇറങ്ങാനും ഒരു പാത്ത് വേണം. അപ്പം അതിൻ്റെ എത്ര നമ്പർ ഓഫ് എഡ്ജസ് ആണെന്നുള്ളതിനനുസരിച്ച് അത്രയും തന്നെ എഡ്ജസിനായിരിക്കും നമ്മളുടെ കട്ട് സെറ്റിനകത്തോട്ട് കയറ്റുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ഓൾവേസ് ഈവൻ. അപ്പം അങ്ങനെയാണ് നമ്മൾ ആ ഒരു തിയറം പ്രൂവ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ്. എന്താണ് ഒരു ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് എന്ന് പറയുന്നത്? ഇഫ് ദർ ഇസ് എ സ്പാനിങ് ട്രീ ടി, ഓക്കെ, ഈ ഒരു സ്പാനിങ് ട്രീ ടി ഇസ് ദ സ്പാനിങ് ട്രീ ഓഫ് എ ഗ്രാഫ് ജി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് ഒരു ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്പാനിങ് ട്രീയുടെ അറ്റ്ലീസ്റ്റ് എക്സാക്ട്ലി 1 ബ്രാഞ്ച് ഉള്ളതായിരിക്കും ഒരു ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് ഒരു കട്ട് സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഒരു കട്ട് സെറ്റിനകത്ത് ഒരൊറ്റ ബ്രാഞ്ച്, only 1 ബ്രാഞ്ച് ഓഫ് ടി, സ്പാനിങ് ട്രീ ടി ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് എന്ന് പറയാം. വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സ്പാനിങ് ട്രീ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇത് ഞാനൊരു അൽഗോറിതം യൂസ് ചെയ്തിട്ടല്ല വരയ്ക്കുന്നത്, ലൈക്ക് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്നും നോക്കിയല്ല വരയ്ക്കുന്നത്. ജസ്റ്റ് വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് എടുത്ത് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വന്നേക്കുന്നത്? എനിക്ക് E2 വന്നു, E3 വന്നു, E5 വന്നു, E7 വന്നു, E8 വന്നു. ഓക്കെ, ഇനിയിപ്പോൾ എനിക്കൊരു കട്ട് സെറ്റ് എഴുതാം. ഓക്കെ, എൻ്റെ ഇവിടുത്തെ ഒരു കട്ട് സെറ്റ് എനിക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 എഡ്ജസിന് എനിക്ക് റിമൂവ് ചെയ്യാം. E1, E3, E4 അതൊരു കട്ട് സെറ്റാണ്. അടുത്ത ഞാൻ വേറൊരു കട്ട് സെറ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് E1, E2, E3 ഒരു കട്ട് സെറ്റായിട്ട് എഴുതാം അല്ലേ. E1, E2, E3. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ 2 കട്ട് സെറ്റ് ഞാൻ എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിനകത്ത് എവിടെയൊക്കെയാണ് നമ്മുടെ സ്പാനിങ് ട്രീയുടെ ബ്രാഞ്ച് വരുന്നത്? E2 എന്ന് പറയുന്നത് എൻ്റെ സ്പാനിങ് ട്രീയുടെ ബ്രാഞ്ചാണ്. E3 എൻ്റെ സ്പാനിങ് ട്രീയുടെ ബ്രാഞ്ചാണ്. ഓക്കെ, ഇത്രയും വന്നു. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഏതിലാണ് എക്സാക്ട്ലി 1 ബ്രാഞ്ച് വരുന്നത്? ഇതിലാണല്ലേ. അപ്പം വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എ ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ്. പിടികിട്ടിയോ? അങ്ങനെയാണ് നമ്മൾ കട്ട് സെറ്റുകൾ എഴുതേണ്ടത്. സോ സ്പാനിങ് ട്രീ വരയ്ക്കാനായിട്ട് അങ്ങനെ ഒരു അൽഗോറിതമോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണോ അത് വരയ്ക്കാനായിട്ട് പറ്റും. ഇനി ഓരോ കണക്റ്റഡ് ഗ്രാഫിലും n വേർട്ടിസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ n-1 ഡിസ്റ്റിങ്ക്റ്റ് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ്സ് കാണും. അതെന്തുകൊണ്ടാണ് n-1? കാരണം നമ്മുടെ സ്പാനിങ് ട്രീയിൽ എത്ര എഡ്ജസ് ആണുള്ളത്? n-1 എഡ്ജസ് ആണുള്ളത്. അപ്പോൾ ആ ഓരോ ബ്രാഞ്ചസ് വെച്ച് നമുക്ക് ഓരോ ഡിസ്റ്റിങ്ക്റ്റ് കട്ട് സെറ്റ്സിനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ n-1 ഡിസ്റ്റിങ്ക്റ്റ് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ്സ് എന്ന് പറയുന്നത്.